ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഓണമായിട്ട് നിങ്ങൾക്കൊരു നാരങ്ങ അച്ചാറിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തന്നാലോ? അപ്പം ഒരേ അച്ചാറിടുന്നതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. മാങ്ങ അച്ചാറിൻ്റെ ഞാനിട്ടു. ഇന്ന് ഞാനൊരു നാരങ്ങ അച്ചാറിടുന്നത്. നമുക്ക് കരുനാരങ്ങയല്ല, ഞാൻ ചെറുനാരങ്ങയാണ് വാങ്ങിച്ചേക്കുന്നത്. ചെറുനാരങ്ങ അച്ചാറാണ് ഞാനിട്ട് കാണിക്കുന്നത്. ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ചെറുനാരങ്ങ അച്ചാറിടുന്നത് ഇന്നാൾ ഞാൻ ഇട്ടായിരുന്നു, അപ്പോൾ ഒന്നുകൂടെ ഇട്ട് കാണിക്കണമെന്നൊന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറുനാരങ്ങ അച്ചാറിടുന്നതിൻ്റെ ഒരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചു. ഗ്യാസ് കത്തിക്കട്ടെ. അപ്പം നാരങ്ങ നല്ലതുപോലെ ആവിയിൽ ഒന്ന് പുഴുങ്ങി അതിൻ്റെ വെള്ളം ഒക്കെ നല്ലതുപോലെ തുടച്ച് കളഞ്ഞിട്ട് നല്ലപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല പുഴുങ്ങിയെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നല്ലപോലെ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളിയാണ് ഇതിൽ. അതിന് ശകലം ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഇത് സ്വർണ്ണം നല്ലെണ്ണ, പിന്നെ മറ്റുള്ള പൊടിയും അച്ചാർ പൊടിയും ഉലുവപ്പൊടി എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പം പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇത്തിരി നല്ലെണ്ണ ഒഴിക്കുകയാണ്. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ടാലോ? അപ്പം നിങ്ങളുടെ ഓണമൊക്കെ എന്തായി? കടുക് പൊട്ടി, വറ്റൽമുളകിട്ടു, വെളുത്തുള്ളി, അതിനൊരു ശകലം ഇഞ്ചിയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിൽ പൊടി ചേർക്കാം. ഓണം വന്നോണം വന്നോണം വന്നേ, ഓണം വന്നോണം വന്നോണം വന്നേ. അപ്പം ടി വിയിലൊക്കെ സാധാരണ അത്തം കഴിഞ്ഞാൽ പിന്നെ ഓണപരിപാടിയുടെ ഒരു ഇത് തന്നെയാണ്. ഇവിടെ പകൽ ഇട്ട് കാണുന്നത് സീരിയൽ നമ്മൾ കാണുന്നത്. പണ്ടൊക്കെ വന്നിരുന്ന ഓണപരിപാടിയും സിനിമയും ഒക്കെ കാണുമായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണക്കുമില്ല. ഒന്നും ഒന്നിനും ഉള്ള ഒരു മൂടുമില്ല, സമയവും ഇല്ല. എന്താ ഓണം എല്ലാവരുമൊക്കെ നാട്ടിലൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ നമുക്കൊരു ഓണത്തിനൊരു ഇതുണ്ട്.
അമ്മയുണ്ടെങ്കിൽ എല്ലാത്തിനും കലപില നിൽക്കും. അമ്മയ്ക്ക് എല്ലാം വെക്കണം, എല്ലാ കറിയും വെക്കണം. എന്തായാലും തിരുവോണത്തിന് നമുക്ക് മോള് ഉത്രാടത്തിൻ്റെ അന്ന് കാലത്തെ അങ്ങ് പോകുന്നെന്ന് പറയുന്നു. എന്തൊക്കെയാണോ എങ്ങനെയാണോ എന്തോ, പോയിട്ട് ഇനി എങ്ങനെയാണോ ഒന്നും അറിയത്തില്ല. അവിടെ പോവും ചിലപ്പോൾ. എങ്ങനെയാണോ നമ്മൾ വരില്ലേ, പക്ഷെ അവരുടെ ഇഷ്ടം, നമ്മളൊന്നും ഇതാക്കുന്നില്ലല്ലോ. അപ്പം അത് ഒന്ന് ഇതായിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് ഇതാക്കാം. സാധാ മുളക് പൊടിയാണ്. ഇനി നമുക്ക് കുറച്ച് അച്ചാർ പൊടി ചേർക്കാം. എപ്പോഴും തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പൊടി ചേർക്കാവൂ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. അതിനോടൊപ്പം തന്നെ ശകലം ഉലുവാപ്പൊടി കൂടി ചേർക്കട്ടെ. ശകലം കായപ്പൊടി, പുതിയ കായം പൊട്ടിക്കാൻ, പഴയ കായം തീർന്നിട്ട് ഞാൻ പൊട്ടിച്ചെന്നാലും നേരത്തെ. നമുക്കിവിടെ തുടയന്നൂർ ബാങ്കിൻ്റെ ഇതിൽ എല്ലാം മലക്കറിയും സാധനങ്ങളും, അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും, ഇതിൻ്റെ ശകലം വിനാഗിരിയെ ഒഴിച്ചു. എല്ലാ സാധനങ്ങളും ഉണ്ട് എന്നുള്ള ഇത് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് എല്ലാ സാധനങ്ങളും, ഒരു സാധനത്തിന് എങ്ങും പോണ്ട. ഓണത്തിനാവശ്യമായ അരി സാധനം, മലക്കറി സാധനം, ബേക്കറി സാധനം എല്ലാം ഉണ്ട് അവിടെ. വിലയും കുറവുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നാരങ്ങ അതിലേക്കിടാം. നാരങ്ങ അതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നമുക്കിവിടെ കറിനാരങ്ങ കറി വെച്ചതും ഇവിടെ ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. അതുകൊണ്ടാണ് ചെറുനാരങ്ങ ആക്കിയത്. അപ്പം കണ്ടോ, നല്ല സൂപ്പർ ചെറുനാരങ്ങ അച്ചാറല്ലേ. ഞാൻ ഇന്നാൾ മരുമോൻ കൊണ്ടുപോകാൻ ഇട്ടായിരുന്നു. പിന്നെ മരുമോന് കൊണ്ടുപോകാൻ സമയത്ത് അവൻ മിക്കവാറും അച്ചാറുകളെല്ലാം കൊണ്ടുപോകും. ഇപ്പം മോനും മരുമോളും പോയപ്പോഴത്തേക്കും നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും മീനച്ചാറുകളെല്ലാം ഇട്ടായിരുന്നു. മരുമോൻ പോകുമ്പോഴത്തേക്കും ഇടുന്ന പതിവുണ്ട്. വീടണ്ട നല്ല സൂപ്പർ അച്ചാറുണ്ടോ. ഉപ്പ് ഒത്തിരി ഒത്തിരി നല്ല കുറവുണ്ടായിരുന്നു. മോളാണ് അല്ലാതെ ഇതാക്കി വെച്ചിരുന്നത്. അപ്പം നമ്മൾ അതങ്ങനെ ആക്കിയിട്ട് ഉപ്പും കൂടെ ഇട്ടാണ് വെച്ചിരിക്കുന്നത്. അവളിരുന്ന് പഠിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ച ഉപ്പും കൂടെ പെരുകിയായിരിക്കും വെച്ചിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഉപ്പ് നോക്കിയില്ലായിരുന്നു എങ്കിൽ പാളിയാണ്. അതാണ് നമ്മൾ എന്ത് ചെയ്താലും എനിക്ക് ഉപ്പ്, ഞാനിട്ടാൽ ഉപ്പ് എനിക്ക് കറക്റ്റായിരിക്കും. പക്ഷെ വേറൊരാൾ അതിൻ്റെ ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ
എനിക്ക് പണി പാളും. ഞാൻ പറഞ്ഞു നല്ലെണ്ണയിൽ വരട്ടി ആദ്യം മുഴുവനെ നാരങ്ങ നമുക്ക് നല്ലെണ്ണയിൽ വരട്ടിയിട്ട് ഇതാക്കാം. എൻ്റെ അമ്മ അങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോഴാണ് ആ നാരങ്ങയുടെ സൂപ്പർ ടേസ്റ്റ് വന്നത്. അപ്പം മോൾക്ക് പുഴുങ്ങി ഇതാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പുഴുങ്ങി. അപ്പം സൂപ്പറായിട്ടുണ്ട് നമ്മുടെ നാരങ്ങ അച്ചാർ. കണ്ടോ, നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് ഓരോന്നോരോന്ന് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ അറിഞ്ഞുകൂടാത്തവരൊക്കെ കാണുമല്ലോ നാരങ്ങ ഇടുന്നത്. ഒന്നീ ചെറുനാരങ്ങ അച്ചാർ ഇടുന്നവർ ഒന്നീ നാരങ്ങ വാങ്ങിക്കൊണ്ട് വന്ന് ഇഡ്ഡലിക്കുട്ടുവത്തിൻ്റെ തട്ടിൻ്റെ മണ്ടയിൽ വെച്ച് ഒന്ന് ആവിയേറ്റിയിട്ട് ഈ ആവി തുടച്ച് കളഞ്ഞ് നല്ലപോലെ നാലായി കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ അച്ചാറിടാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇരുമ്പ് ചട്ടിയിൽ ഇത്തിരി നല്ലെണ്ണ ഒഴിച്ചിട്ട് നല്ലെണ്ണയിൽ നമ്മുടെ നാരങ്ങയിട്ട് ഒന്ന് നല്ലതുപോലെ അതിലിട്ടൊന്ന് പുഴുങ്ങി എടുക്കാം. അപ്പോൾ ആ എണ്ണയിൽ തന്നെ നമുക്ക് അച്ചാറിടുകയും ചെയ്യാം. അങ്ങനെ ഇട്ടാൽ നമ്മളങ്ങനെയാണ് ആദ്യം ഇട്ടിട്ടുള്ളത്. ഇതിപ്പം അല്ലാതെ പുഴുങ്ങിയാണ് ഞാനിപ്പോൾ അച്ചാറിട്ടിരിക്കുന്നത്. എങ്ങനെ ഇട്ടാലും അച്ചാർ സൂപ്പറാണ്. അപ്പം ഇതാണ് നാരങ്ങ അച്ചാർ സൂപ്പർ അച്ചാറാണ്. നിങ്ങൾക്ക് എൻ്റെ അച്ചാറിൻ്റെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പം എൻ്റെ അച്ചാറിൻ്റെ നാരങ്ങ അച്ചാറിൻ്റെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓരോ വീഡിയോകൾ ഞാൻ ഇട്ട് തരുന്നതാണ്. ഇനി ഞാൻ ഇട്ട് തരുന്നത് ഇഞ്ചിക്കറിയുടെ വീഡിയോ ആയിരിക്കും. എല്ലാം ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. അപ്പം ഇഞ്ചി മേടിച്ചുകൊണ്ട് കൂടെ വെച്ചിട്ടുണ്ട്. നാളെ ഞാൻ ഇഞ്ചിക്കറി വെച്ച് കാണിച്ചു തരാം. അപ്പം ടാറ്റാ, ബൈ.